ഒരേ റേറ്റഡ് ക്രൈം ത്രില്ലർ ഡ്രാമ വന്നിട്ടുണ്ട്. കിടു കിടു പടം മോനെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ലിറ്ററലി ഞാൻ ഞെട്ടി ഈ പടം കണ്ടിട്ട്. കാരണം വേറൊന്നല്ല, സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ ആയതുകൊണ്ടല്ല, ദിസ് ഇസ് ആക്ച്വലി എ പസിൽ ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീസസ് ഫിറ്റ്സ് വെൽ. അങ്ങനെയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരൊറ്റ മനുഷ്യൻ വിചാരിക്കില്ല ഈ പടം ഇങ്ങനെയൊക്കെയുള്ള സാധനമാണെന്ന്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് എന്തോന്ന് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് തോന്നും. ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോ അവര് കണക്ട് ചെയ്തിരിക്കുന്ന സീൻ ബൈ സീൻ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. മനെ കിടുപ്പടം. സാലി മൊഹബത്ത് എന്നാണ് സിനിമയുടെ പേര്. Z5 സ്ട്രീം ചെയ്യുന്നത്. Z5 ഒറിജിനൽസ് ആണ്. അതുകൊണ്ട് പിന്നെ എടുത്തു പറയണ്ട, ഈ മറ്റേ മലയാളം ഭാഷ ഒഴിച്ച് ബാക്കി ഏത് Z5 ഒറിജിനൽസ് ഇറങ്ങിയോ പെട്ട സാധനമായിരിക്കും. നമ്മുടെ രാധിക ആപ്തെ, അനുരാഗ് കശ്യപ്, പിന്നെ നമ്മുടെ മിർസാപൂർ കണ്ടവർക്കറിയാം, മുന്നാ ഭയ്യ. നിർണയം സിനിമയില് മോഹൻലാലിന് ഒരു വില്ലൻ ഉണ്ടായിരുന്നില്ലേ, കൈയില്ലാത്തൊരു ഗഡീനായിട്ടൊരു ആളും അങ്ങേരൊക്കെ ഉണ്ട്. ഈ സിനിമ തുടങ്ങണത് ഭയങ്കര രസത്തിലാണ് തുടങ്ങുന്നത്. അതൊരു കഥ പറയുന്ന പോലെ ഒരു ഇൻസിഡന്റ് പറയുന്നു. അത് സത്യമാണോ ഇല്ലേന്ന് അറിയ പോലും ഇല്ല. സീൻ ബൈ സീൻ അവർ കണക്ട് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് ലാസ്റ്റ്. പെട്ട പടം. സോ യൂഷ്വലി നമ്മൾ പറയില്ല, ഒരു ക്രൈം ത്രില്ലർ പറയുമ്പോൾ ഹൂ ഡൺ ഇറ്റ് എന്ന് പറയും. അതായത് ആ അവസാനം ടുവേർഡ്സ് എൻഡ് കൊലപാതകി അല്ലെങ്കിൽ കില്ലറിനെ അങ്ങനത്തെ ഒരു പടമല്ല ഇത്. ഞാൻ പറഞ്ഞ ഒരു പസിലാണ്. അതിൽ ലവ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്, എല്ലാത്തിൻ്റെയും പ്രോപ്പർ മിക്സ്. ആ ക്രൈമിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആ പ്രോസസ്സിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർ വേറൊരു സീനിൽ തന്നിട്ടുണ്ടാവും. സ്പൂൺ ഫീഡിങ് പരിപാടിയല്ല. കുറച്ചൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. അടിപൊളി പടം. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു വെറൈറ്റി പടം എന്ന് വേണമെങ്കിൽ പറയാം. രാധിക ആപ്തയുടെ സിനിമ കണ്ടവർക്ക് അറിയാം, ആള് കിടു കണ്ടന്റ് ഉള്ള പടം എടുക്കുള്ളൂ. ചിലവർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. ചില സിനിമയൊന്നും എനിക്ക് വർക്കായിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കിടു സാധനമാണ്. സ്വേ റേറ്റഡ് പറയുന്ന സാധനം കൊടുത്തിരിക്കുന്നത് ഈ സെക്ഷൽ സീൻസ് കാരണമാണ്, അല്ലാതെ വയലൻസ് കാരണമല്ല. പക്ഷെ അത്ര വലിയ സെക്ഷൽ സീൻസും പരിപാടിയൊന്നുമില്ല. ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തോന്നിട്ട് ഇത് ബ്രാൻഡ് ന്യൂ പുതിയ കാർ ഉണ്ടെങ്കിലും ആൾക്കാർ പോണത് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വേണ്ടിട്ട്. ഇത്രയും ഡിമാൻഡോ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം കേട്ടോ. അതിൽ അനുരാഗ് കശ്യപിന് വലിയ റോളൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയാം, അനുരാഗ് കശ്യപിന് വലിയ റോളൊന്നും ഇല്ല. പക്ഷേ ഈ രാധിക ആപ്തയും അതേപോലെ നമ്മുടെ മുന്നാ ഭയ്യയും തമ്മിൽ ചെറിയ ഫേസ് ഓഫ് സീനൊക്കെ ഉണ്ട്. ആളാണ് ഇതിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ആളാണ് ഈ കൊലപാതകവും പരിപാടിയൊക്കെ അന്വേഷിക്കാൻ വരിക. നമ്മൾ വിചാരിക്കും ഈ കൊലപാതകം ഇങ്ങനെയാണ്, കാരണം അങ്ങനെയാണ് അവർ കാണിക്കുക. പക്ഷെ ടുവേർഡ്സ് എൻഡാകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോ നമ്മള് കേരള ക്രൈം ഫയൽസും എക്കോയും അതേപോലെ തന്നെ കിഷ്കിൻഡ കാണ്ഡത്തിലൊക്കെ പറയുന്നുണ്ട് അനിമൽസും നേച്ചറും എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇതിലും അതേപോലെ തന്നെ നേച്ചറും പ്ലാന്റ്സും എത്ര ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് പ്ലാന്റ്സ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വളരെ രസത്തിൽ കണ്ടിരിക്കാവുന്ന പടമാണ്. സോ നിങ്ങൾക്ക് ഹിന്ദി അറിയാന്ന് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഞാൻ പറയുള്ളൂ. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് Z5 ഒറിജിനൽസിന്റെ ഒരു കുഴപ്പം. പക്ഷെ മോനെ പെട്ട പടമാണ്. ഞാൻ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് എക്സാജറേഷൻ അല്ല. എനിക്ക് ആ ഒരു ഫീലിംഗ് ഈ പടം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ നമ്മൾ അയ്യോ ഇത് എന്തോന്ന് വിചാരിക്കും. ആജാതി കണക്ഷൻ ആണ്. ചില ക്വസ്റ്റ്യൻ മാർക്സ് ഒക്കെ അവർ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദർ ഈസ് എ ഹൈ ചാൻസ് ഫോർ പാർട്ട് ടു ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ സിനിമയ്ക്ക്. രാധിക ആപ്തയുടെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. ആൻഡ് ഈ മുന്നാ ഭയ്യ വന്നിട്ട് ഓരോ എലമെന്റ്സ് വെച്ചിട്ട് ചെറിയ സാധനം വെച്ചിട്ട് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അത് നൈസ് പരിപാടിയാണ്. നമ്മുടെ നിർണയത്തിലെ മറ്റേ അങ്ങേര് കിടുവാണ്. ഇതിൽ പെർഫോം ചെയ്ത എല്ലാവരും അടിപൊളിയാണ് എക്സെപ്റ്റ് അനുരാഗ് കശ്യപ്. കാരണം അനുരാഗ് കശ്യപിന് വലിയതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് കാപ്പി കുടിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. വേണ്ടവർ കണ്ടു നോക്കാം. പേഴ്സണലി ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഫിലിം. ഒരു വെറൈറ്റി പടമാണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമ.